മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ച ഈ വാക്യം നിയമിച്ചു എന്നല്ല, അയച്ചു എന്നല്ല, പോവുക പോവുക, അവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഒരു മരണ അടക്കം സംഭവിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പുസ്തകത്തിൽ പുറപ്പാട് വായിക്കുന്നത്. മത്തായി 28 പുറപ്പാട് നടക്കണമെങ്കിൽ സുഗന്ധവർഗമിട്ട് അവനെ പെട്ടിയിൽ അടക്കണം. അതുവരെ ഇന്നലെ പകലിൽ കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു വെച്ചത്. മരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, മരണം സംഭവിച്ചാൽ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കും. അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് വേഗത്തിലൊന്ന് വരാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. ഒരു ഭയങ്കരമായ ആത്മനിയോഗത്തെ സ്വീകരിക്കുകയാണ് നമ്മൾ. നമ്മുടെ ഈ ക്യാമ്പിന് വളരെ പ്രത്യേകതയുണ്ട്. മഹാദൗത്യം, ദ ഗ്രേറ്റ് കമ്മീഷൻ എന്നുള്ളത് ഒരു പ്രഭാതത്തിൽ കർത്താവിന്റെ ദാസൻ ഫിന്നി ബ്രദർ കേട്ടോണ്ടിരുന്നേറ്റ ശബ്ദമാണ് മഹാദൗത്യം. അങ്ങനെയാണ് ആ തീം ഈ ക്യാമ്പിന് വന്നത്. അദ്ദേഹം പറഞ്ഞു, ഒരു രാത്രി പ്രാർത്ഥിച്ചു കിടന്ന് പുലർച്ചയിൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടോണ്ടാണ് ഞാൻ ഉണർന്നത്. മഹാദൗത്യത്തിന്റെ ആമുഖം, ഒരുക്കം, മനസ്, ശുശ്രൂഷകൾ, പ്രവാചകൻ, പുറപ്പാട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ബാക്ക്ഡ്രോപ്പിന്റെ കാര്യം ഞങ്ങൾ ചിന്തിക്കുന്നത്. അന്നേരം ഫിന്നിബദർ ഞങ്ങളുടെ കൂടെ ഇല്ല. തീരം, കടൽ, ആകാശം. റൈസം ബ്രദർ ഒരു പകൽ മുഴുവനും കൊല്ലം ബീച്ചിൽ ക്യാമറയായിട്ട് പോയി. നമ്മുടെ ജോയി ബ്രദർ ഉണ്ടായിരുന്നു. അവസാനം റൈസം ബ്രദർ പറഞ്ഞു, പ്രാവ് ഇറങ്ങുന്ന വല്ലതും പോരെ, ഈ തിര തന്നെ വേണമെന്ന് ചിന്തിക്കുന്നത് വട്ട. ഹൃദയത്തിൽ പറഞ്ഞതാ, ഞങ്ങൾ കേൾക്കെ പറഞ്ഞില്ല. അപ്പൊ ഇതൊന്ന് ഉറപ്പിക്കാൻ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ 2 അക്ഷരം അതിനകത്തുനിന്ന് എടുത്തത്. വായിച്ചോ? അതും കഴിഞ്ഞിട്ട് ഇതൊന്ന് നമ്മുടെ ഹൃദയത്തിലൊന്ന് അടിസ്ഥാനം ഇടാൻ കർത്താവിന് ജെറുസലേം ഈ നാളിനെ കൊണ്ടുവരേണ്ടി വന്നു. തമ്പുരാൻ നിന്റെ ഹൃദയത്തിൽ തെളിക്കുന്ന ദൂത് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ജെറുസലേം ഈ നാളിനെ കൊണ്ടുവന്ന് ദൂത് തമ്പുരാൻ ഉറപ്പിക്കും. ആമേൻ. അപ്പൊ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം അപ്പുറത്തെ സ്ക്രീനിൽ കാണിച്ചത് കടലും തിരയും. റൈസം ബ്രദർ എന്റെ അടുത്തിരുന്ന് പറഞ്ഞ, അച്ഛാ, കൊല്ലം ബീച്ചിൽ പോയി വെയിലും കൊണ്ട് കറക്റ്റായിട്ട് പടം കിട്ടാൻ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു ഇങ്ങർക്ക് വട്ടാന്ന്. പക്ഷെ ഇപ്പം മനസ്സിലായി അത് വട്ടല്ല, അതൊരു നിയോഗമാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് പലതും വട്ടാന്ന് പറയുമ്പോൾ, ഒരു കാലഘട്ടം കഴിഞ്ഞ് ജെറുസലേമിൽ നിന്ന് ദൂത് വരുമ്പോൾ അത് വട്ടല്ല, അത് നിയോഗമാണ്. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾക്ക് ഒരു സന്തോഷമായി. അപ്പൊ ഇതിന് പിന്നിൽ അതിശക്തമായ ഒരു ദൈവത്തിന്റെ നിയോഗമുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. നോക്കിയേ, മർക്കോസിൽ പറഞ്ഞിരിക്കുന്ന രോഗസൗഖ്യം ഇവിടെ പറഞ്ഞില്ല. ഭൂതങ്ങളെ പുറത്താക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞില്ല. മർക്കോസ് 6 പറഞ്ഞിരിക്കുന്ന രോഗസൗഖ്യം ഇവിടെ പറഞ്ഞില്ല. ഭൂതങ്ങളെ പുറത്താക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞില്ല. എന്നാൽ കർത്താവ് വേറൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പുറപ്പെടുമ്പോൾ സകല അധികാരവും എങ്കൽ ഏൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ജനത്തോട് പറയണം, നിങ്ങൾ മരിക്കണം. നിങ്ങൾ മരിക്കണം. മരിച്ചിട്ട് യേശു ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെടണം എന്ന് പറഞ്ഞാൽ, ജീവിക്കുന്ന ദേഹിയായ ഒന്നാം ആദമിന്റെ വംശാവലിയിൽ നിന്ന് ജീവിപ്പിക്കുന്ന ആത്മാവായ ക്രിസ്തുവിന്റെ വംശാവലിയിലേക്ക് നിങ്ങൾ മാറാൻ നിങ്ങൾ മരിക്കണം. ഇങ്ങനെ മരിക്കുന്ന നിങ്ങൾ യേശു ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടിട്ട് അനന്തരം ജീവന്റെ പുതുക്കത്തിൽ നടക്കണം.
സകല ജാതികളെയും ഞാൻ കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കുവാൻ തക്ക നിലയിൽ ഉപദേശിച്ച് എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ലോകാവസാനത്തോളം ഞാൻ, ഈ നിയോഗം ഏറ്റെടുക്കുന്ന വ്യക്തി ഉറയ്ക്കുക, നിന്റെ കൂടെ. ഈ ഒരു ദൂത് സ്വീകരിച്ചു കഴിയുമ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് ആമേൻ വരുന്ന അതിശക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന്റെ മുൻപിലാണ് മാളിക മുറിയുടെ വാതിൽ തുറക്കപ്പെടുന്നത്. അവർക്ക് പിന്നെ അവിടേക്ക് ഓടിക്കയറാതെ വേറെ രക്ഷയില്ല. നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ പാർക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ജെറുസലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. ജെറുസലേം, യഹൂദ്യ, ശമരിയ, ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. മാളിക മുറിക്കകത്ത് കയറിയിരിക്കുന്ന കാഴ്ചപ്പാടുള്ള ഒരു ഭക്തന്റെ അകത്തെ ചിന്തയെന്ത്? എന്റെ മേൽ ശക്തി വ്യാപരിക്കണം. എന്തിന്? ജെറുസലേം, യഹൂദ്യ, ശമരിയ, ഭൂമിയുടെ അറ്റം വരെയും സാക്ഷിയായി പോയിട്ട് സകല ജാതികളോടും ഉപദേശിച്ച് അവരെ ശിഷ്യരാക്കി മാറ്റണം. എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുന്ന ആത്മാവിനോട് ചേരുന്ന ആമേൻ ഒരു അനുഗ്രഹീതമായ തലമുറയ്ക്ക് ജന്മം നൽകാൻ കർത്താവ് എന്നോട് പറഞ്ഞു, നീ പുറപ്പെടുക. അതിൽ കുറഞ്ഞതൊന്നുകൊണ്ടും നീ തൃപ്തനാകത്തില്ല. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ പകർച്ച ഒരു തീ പോലെ അവരുടെ ഉള്ളിലേക്ക് അവർ സ്വീകരിക്കുന്നത്. ആ കാഴ്ചപ്പാടകത്ത് കയറിയവൻ ആമേൻ ഒരു മുഴക്കം കേട്ടു, ഒരു തീ കണ്ടു, ആമേൻ ഒരു ഭാഷ സംസാരിച്ചു. അവൻ തുടങ്ങി. ആമേൻ ജെറുസലേം പള്ളിയിലുള്ളവർ, പെരുന്നാളിന് വന്നവർ അവിടെ നിന്ന് ഇറങ്ങി എവിടേക്ക് വന്നു? മുഴക്കം വെളിപ്പെടുന്നിടത്ത് വന്നു, തീ വെളിപ്പെടുത്തു വന്നു, ആമേൻ ഭാഷ വെളിപ്പെടുത്തു വന്നു. പരിശുദ്ധാത്മ ശക്തിയുടെ പകർച്ചയ്ക്ക് ഒരു മുഴക്കമുണ്ട്. പരിശുദ്ധാത്മ ശക്തിയുടെ പകർച്ചയ്ക്ക് ആമേൻ ഒരു ചൂടുണ്ട്. പരിശുദ്ധാത്മ ശക്തിയുടെ പകർച്ചയ്ക്ക് ഒരു ഭാഷയുണ്ട്. ഇത് മൂന്നും ഒരുമിച്ച് വെളിപ്പെടുമ്പോഴാണ് അപ്പുറത്ത് പെരുന്നാളിന്റെ ആരവത്തിൽ നിൽക്കുന്നവൻ ആരും ക്ഷണിക്കാതെ ഇവിടേക്ക് വരുന്നത്. രാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന കർത്താവ് ഡിസൈൻ ചെയ്ത സുവിശേഷത്തിന്റെ രഥചക്രം ഉരുണ്ടു തുടങ്ങിയത് മാളിക മുറിക്കകത്തു നിന്നാണെങ്കിൽ ഈ തലമുറയിൽ ആ രഥത്തെ കൊണ്ടുപോകാൻ ആത്മനിയോഗം പ്രാപിച്ച ആ സാധാരണക്കാരായ ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ തലമുറയാണ് ഇന്നു പകൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. നീ ഒരു ദേശത്ത് ചെന്നാൽ, നീ ഒരു ഭവനത്തിൽ ചെന്നാൽ ജീവിക്കുന്ന ദേഹിയുടെ മരണവംശാവലിക്ക് നീ ഫുൾ സ്റ്റോപ്പ് ഇടും. ജീവിപ്പിക്കുന്ന ആത്മാവായ കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാകുന്നു എന്ന നിയോഗത്തെ നീ പൂർത്തീകരിക്കും. അപ്പൊ രോഗശാന്തിയേക്കാൾ, ഭൂതങ്ങളെ പുറത്താക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നീ കയറും. പട്ടണങ്ങൾ നിനക്ക് കീഴ്പ്പെടും, ജാതികൾ നിനക്ക് കീഴ്പ്പെടും, ദേശങ്ങൾ നിനക്ക് അവകാശമാകും. നീ ഉള്ളങ്കാൽ ചവിട്ടുന്ന കുടുംബങ്ങളെ നീ പറിച്ചെടുക്കും. നീ വിരൽ ചൂണ്ടി പ്രാർത്ഥിക്കുന്ന തലമുറയെ നിന്റെ അവകാശമാക്കി നീ മാറ്റും. രാജാക്കന്മാരുടെ അരക്കച്ചകളെ നീ അടിക്കും, രാജ്യങ്ങളെ നീ തീകത്തിക്കും. ഇനി അടയാളങ്ങൾ ചെയ്ത് യേശുക്രിസ്തു ദൈവമെന്ന്
തെളിയിക്കുക എന്നതിനേക്കാൾ ശിഷ്യരാക്കിക്കൊണ്ട് യേശു ക്രിസ്തു നിന്റെ കൂടെയുണ്ടെന്ന് അവൻ നീ ഉറപ്പിക്കണം. ഇതൊരു ദർശനത്തിന്റെ കൈമാറ്റമോ? ഇതൊരു നിയോഗത്തിന്റെ കൈമാറ്റമോ? ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് ചെയ്യുന്നത് അതാ. അകത്തളങ്ങളിലേക്ക് ഒരു ദർശനത്തിന്റെ തീയിട്ടിട്ട് അതിനെ ഉറപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അതിന്റെ മുകളിലേക്ക് പകർന്ന് നിന്നെ ഇവിടുന്ന് പുറത്തിറക്കുകയാണ്. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശം നിന്റെ അവകാശം. ജാതികളെ ചോദിക്കുക, ആ അഭിഷേകം നിന്റെ ഹൃദയത്തിൽ വീഴട്ടെ, നിന്റെ ദർശനത്തിലേക്ക് വീഴട്ടെ, നിന്നെ കരുത്തുള്ളവനാക്കട്ടെ, നിന്നെ ബലശാലിയാക്കട്ടെ. അതുകൊണ്ട് പ്രവൃത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ദേവാലയത്തിലേക്ക് നടന്നു പോകുന്ന പത്രോസും യോഹന്നാനും മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കി. ആരും എതിരു പറഞ്ഞില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവനെ എന്തിനാ സൗഖ്യമാക്കിയതെന്ന് ആരും ചോദിച്ചില്ല. എന്നാൽ ഇവൻ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ പത്രോസും യോഹന്നാനും സംസാരിച്ചു തുടങ്ങി. ഏത് നാമത്തിൽ, ഏത് ശക്തിയിലെന്ന് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ഞങ്ങൾ സംസാരിക്കാം. ജീവനായകനായവനെ നിങ്ങൾ കൊന്നുകളഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരണമെന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ കൊന്നുകളഞ്ഞ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം രക്ഷിതാവും കർത്താവും ദൈവവുമാക്കി ഉയർത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. ആ നാമം തന്നെ, ആ നാമത്തിലുള്ള വിശ്വാസമാണ് ഇവനെ സൗഖ്യമാക്കിയത്. അതുകൊണ്ട് നിങ്ങളും മാനസാന്തരപ്പെടുവീൻ. ആ ദൂതുകൾ പോകുന്ന നോക്കിയേ. സൗഖ്യം ഒരു പശ്ചാത്തലം മാത്ര, ഒരു പശ്ചാത്തലം മാത്ര. നിങ്ങളുടെ ശുശ്രൂഷയിൽ അവിടെ കൊണ്ടുവന്ന് നിങ്ങൾ നിർത്തുന്നോ? നിങ്ങൾ പുറപ്പാടിന്റെ യഥാർത്ഥമായ നിയോഗത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല. നിങ്ങൾ സൗഖ്യമാക്കിയിട്ട് അതിനകത്ത് നിന്ന് നിങ്ങളുടെ പേരാവോളം പ്രസിദ്ധമാക്കി നിങ്ങളിങ്ങനെ പോകയാ. ഇതുകൊണ്ട് തമ്പുരാൻ എന്താ പ്രയോജനം? തമ്പുരാൻ കൊതിക്കുന്ന ഒരു തലമുറ എവിടെയാ പുറത്തു വരുന്നത്? നോക്കിക്കേ. അതുകൊണ്ടാണ് പത്രോസിനോട് ജനം ചോദിച്ചത്, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? പത്രോസിന്റെ പ്രസംഗം, വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക. എന്താ പത്രോസ് പറഞ്ഞേ? ബറാബാസിനെ സ്വീകരിക്കുകയും രക്ഷാനായകനെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഈ തലമുറയുടെ സംസ്കാരത്തിൽ നിന്ന്, ഒന്നുകൂടെ പറഞ്ഞാൽ പ്രമാണത്തെ തിരസ്കരിക്കുകയും പാരമ്പര്യത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ തലമുറയുടെ സംസ്കാരത്തിൽ നിന്ന് പുറത്തു വരണം. ഒന്നുകൂടെ പറഞ്ഞാൽ ജഡത്തെ അനുസരിക്കുകയും ആത്മാവിനെ പുറന്തള്ളുകയും ചെയ്യുന്ന ഈ തലമുറയുടെ സംസ്കാരത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടണം. അതയാൾ പറയാൻ കാര്യം, അയാളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അലയടിക്കുന്ന ഒരു നിയോഗത്തിന്റെ ശബ്ദമുണ്ട്. പോവുക. അയച്ചവൻ കാത്തിരിക്കുന്നു. എന്തിന്? നീ കൊയ്തുകൊണ്ടുവരുന്ന ശിഷ്യരുടെ സമൂഹത്തെ ചേർക്കാൻ അവൻ കാത്തിരിക്കുകയാണ്. സൗഖ്യമാക്കിയ കുറെ രോഗികളെ അല്ല യേശുവിന് വേണ്ടത്. അത്ഭുതങ്ങൾ പ്രാപിച്ച സാക്ഷ്യം പറയുന്ന ചിലതിനെ അല്ല എന്റെ യേശുവിന് വേണ്ടത്. യേശുവിന് വേണ്ടത് ശിഷ്യന്മാരെയാണ്. ദേവാലയത്തിന്റെ പുറത്തിരുന്നവനെ സൗഖ്യമാക്കിയപ്പോ ഇളകാത്ത പരീശത്വം, ദേവാലയത്തിന്റെ പുറത്തിരുന്നവനെ എഴുന്നേൽപ്പിച്ച് തുള്ളിച്ചപ്പോ വെളിപ്പെടാത്ത ശാസ്ത്രിമാർ, ഈ നാമത്തെ പ്രതിയുള്ള
കർശനമായ ഉപദേശത്തെ വെളിപ്പെടുത്തിയപ്പോൾ പുസ്തകം വായിച്ചോ, അവർ ഒരുമിച്ചിട്ട് പറഞ്ഞു, ഈ നാമത്തിൽ നിങ്ങൾ ഇനി ഉപദേശിക്കരുത്. സൗഖ്യമാക്കിക്കോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അത്ഭുതം ചെയ്തോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. സ്നാനപ്പെടുത്തിക്കോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഒരു പുതിയ തലമുറയ്ക്ക് ജന്മം നൽകുക എന്ന പദവിയിലേക്ക് നിങ്ങൾ വന്നാൽ, ഒരു പുതിയ തലമുറ ഇതിനകത്തുനിന്ന് പുറത്തു വന്നാൽ, ഇവിടെ ഇരിക്കുന്ന ഈ നേതാവിന് പിന്നെ അണികളില്ല. നിയോഗമുള്ളവന്റെ ജനനത്തിനെതിരെ അന്നും ഇന്നും എന്നും പോരാട്ടമുണ്ട്. മോശേ, നീ നിയോഗമുള്ളവനാ. നിനക്കെതിരെ സൂതികർമ്മിണികൾ എഴുന്നേറ്റു, നിനക്കെതിരെ ഫറവോന്യ ശക്തികൾ എഴുന്നേറ്റു, നിനക്കെതിരെ അവൻ ഞങ്ങളെപ്പറ്റി ഒരുങ്ങി. എന്നാൽ നിയോഗമുള്ളവന് വേണ്ടി സ്വർഗം ചലിച്ചു. ആമേൻ. മറിയമേ, നിന്റെ ഉള്ളിൽ യേശു രൂപം കൊള്ളുമ്പോൾ അധികാരങ്ങൾ ചലിച്ചു. എന്നാൽ നിനക്ക് വേണ്ടി സ്വർഗം എഴുന്നേറ്റു. ഈ തലമുറയിൽ ഒരു പൊതുജനനം നടക്കുന്നെങ്കിൽ ഇതിനെതിരെ എഴുന്നേൽക്കാൻ ഒരു ശക്തിയുണ്ട്. എന്നാൽ യേശു നിങ്ങളോട് കൂടെയുണ്ട്. ഇപ്പൊ ഒരു തലമുറയെ ജനിപ്പിക്കാനുള്ള നിയോഗമാണ്, അധികാരമാണ്, ശക്തിയാണ്, വിട്ടുവീഴ്ച ഇല്ലാത്ത ഒരു ദർശനമാണ് ആമേൻ നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നീ സ്വീകരിക്കുന്ന ഈ ആത്മശക്തി സ്റ്റേജുകളിൽ പോയി പെർഫോമൻസ് നടത്താനല്ല, നിന്റെ പ്രോഗ്രാം ഡയറി നിറയ്ക്കാനല്ല, നീ കൃപാവര പ്രാപ്തനാന്ന് തെളിയിക്കാനല്ല. ഇവിടെ നിന്ന് നിന്നെ അയക്കുന്നത് തമ്പുരാന്റെ പിതൃഹൃദയം തന്ന ഒരു തലമുറയെ ജനിപ്പിക്കണം, ഒരു തലമുറയെ ജനിപ്പിക്കണം, ഒരു തലമുറയെ ജനിപ്പിക്കണം. ആ ശക്തിയാണ് നിന്റെ മേൽ കൈമാറുന്നത്, ആ ധൈര്യമാണ് നിന്റെ മേൽ കൈമാറുന്നത്, ആ വെളിപ്പാടാണ് നിന്റെ മേൽ കൈമാറുന്നത്. അല്ലാതെ പ്രശസ്തി നൽകുന്ന ഹാഗാറുമായി ആമേൻ യോജിച്ചിട്ട് ദൈവരാജ്യത്തിനു വിരോധമായി ചലിക്കുന്ന, വാഗ്ദത്ത സന്തതിക്കെതിരെ ചലിക്കുന്ന ഇസ്മായിലിനെ ജനിപ്പിക്കാനല്ല. പ്രശസ്തിയുടെ അമ്മയായ ഹാഗാറുമായി നിനക്ക് ബന്ധമില്ല. നീ പറയായിരിക്കും, സാറയുടെ ഗർഭപാത്രം നിർജീവമാ, എന്റെ ശുശ്രൂഷയുടെ മേഖലകൾ നിർജീവമാ, ഇതുവരെ ഞാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ഇതുവരെ നിർജീവത്വമാ. നീ അത് പറയുന്നില്ലേ? ദീർഘമായ വർഷങ്ങൾ ഒരു തലമുറയെ ജനിപ്പിക്കാൻ കഴിയാത്ത നിലകളിൽ വ്യക്തമായ ഒരു യാത്ര മാത്രം നടത്തി പോകുന്ന അബ്രാമേ 17-ാമത്തെ അധ്യായത്തിൽ ഇറങ്ങി വരുന്നു. എൽ ഷദായ്. ഒരു അഭിഷേകമായി, ഒരു ശക്തിയായി, നിസ്സഹായനായ ഒരു മനുഷ്യനായി നിൽക്കുന്നത് 24 വർഷം കൊണ്ട് വാഗ്ദത്തം ചുമന്ന് യാത്ര ചെയ്ത ഒരു അബ്രാം, അവന്റെ നിർജീവത്വം അവൻ ഗ്രഹിച്ചു. തലമുറയെ ജനിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചെങ്കിലും തലമുറയെ ജനിപ്പിക്കാൻ കഴിയാത്ത നിർജീവത്വങ്ങൾ ശരീരത്തിൽ വ്യാപരിക്കുന്നത് ഗ്രഹിച്ചവൻ, വാഗ്ദത്തമുണ്ടെങ്കിലും ജനിച്ചു വീഴേണ്ട തലമുറയെ ചുമക്കാൻ കഴിവില്ലാത്ത ചത്ത ഗർഭപാത്രത്തിന്റെ അനുഭവത്തെ അറിയുന്നവൾ. നീ ചില ഗർഭപാത്രങ്ങളെ നിർജീവത്തെ ഗ്രഹിച്ചില്ലേ? നീ ചില ശരീരങ്ങളെ നിർജീവത്വത്തെ ഗ്രഹിച്ചില്ലേ? സ്വപ്നത്തിലുള്ള ആ ശുശ്രൂഷയുടെ തലമുറ പുറത്തു വരാതെ നിർജീവത്വങ്ങൾ ആവോളം വ്യാപരിക്കുന്ന ആമേൻ ഒരു മൺകൂടാരത്തെ നീ കണ്ടില്ലേ? തമ്പുരാൻ പറഞ്ഞു, എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. നിന്റെ ശക്തി നിമിത്തമല്ല, എന്റെ നാമത്തിന്റെ ബലം നിമിത്തം നിന്നിൽ വ്യാപരിക്കുന്ന നെഗറ്റീവ് ഘടകങ്ങളെ ഞാൻ മാറ്റാൻ പോകുകയാണ്. ഇനി നീ അബ്രാമല്ല,
ഇനി നീ അബ്രഹാം. പെരുമാറട്ടെ, 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 സ്ഥിതി മാറട്ടെ, അവസ്ഥ മാറട്ടെ, ശക്തി മാറട്ടെ, ശുശ്രൂഷ മാറട്ടെ, വെളിപ്പാട് മാറട്ടെ, നിയോഗം മാറട്ടെ. പുറത്തു പോ, പുറത്തു പോ, പുറത്തു പോ. നിന്റെ നിർജീവത്വ മണ്ഡലങ്ങൾ ഇന്ന് പകൽ ഉടയുകയോ? ദീർഘമായ വർഷങ്ങൾ നിന്നെ നിർജീവമുള്ളവളാക്കി വെച്ച മണ്ഡലങ്ങൾ ഇന്ന് പകൽ ഉടയുകയോ? നിന്റെ ചത്ത ഗർഭപാത്രത്തിന്റെ അകത്തേക്ക് ഈ പകൽ അവന്റെ ശക്തി ഇറങ്ങുകയോ? പരിശുദ്ധാത്മശക്തിയുടെ തീച്ചൂളയ്ക്കകത്തേക്ക് ഈ പകലിൽ തമ്പുരാൻ ജനത്തിനെ മുക്കിയെടുക്കാൻ പോകുകയാ. കാലം കണ്ടിട്ടില്ലാത്ത ആത്മശക്തിയുടെ പ്രവാഹം ഇതുവരെ നീയും ഞാനും സ്വീകരിക്കാത്തതിന്റെ പകർച്ച. ബലം നഷ്ടപ്പെട്ട, ശക്തി നഷ്ടപ്പെട്ട നിന്റെ ചാരത്ത് നിൽക്കുന്ന ഞാൻ, എന്നാൽ നിന്നെ പുറപ്പെടുവിച്ച ഞാൻ അന്നും ഇന്നും എന്നും എൽ ശദ്ദായ്. ഇന്ന് പകൽ നിന്റെ പേര് മാറ്റി വിളിക്കാൻ. നീ അബ്രഹാം. നിങ്ങൾക്കറിയണോ എന്താ സംഭവിച്ചത്? ഇസഹാക്കിനെ സാറയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിക്ഷേപിക്കാൻ കഴിയാത്ത നിലകളിൽ അവന്റെ ശരീരത്തിൽ വ്യാപരിച്ച് നെഗറ്റീവ് ഘടകങ്ങൾ ആ ശബ്ദം കേട്ടപ്പോൾ പോസിറ്റീവായി മാറി. നിന്റെ ചില പരാജയത്തിന്റെ ഘടകങ്ങൾ ഇന്ന് പകൽ അവന്റെ പേർവിളിയിൽ പോസിറ്റീവാകണം, 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 പോസിറ്റീവാകണം. ആത്മാവ് ഒരു ദൂത് പറയുന്നു. അബ്രാമിനെ മാത്രമല്ല വിടുതൽ കൊടുക്കുന്ന ദൈവം, അബ്രാമിന് മാത്രമല്ല വിടുതൽ കൊടുക്കുന്നത്, വാതിൽപ്പടിയിൽ ചാരി നിൽക്കുന്ന ഒരു സാറായി ഉണ്ട്. ഇന്ന് പകൽ നീ പ്രാപിക്കുന്ന വിടുതലില്ലേ, നിനക്ക് അവകാശപ്പെട്ട നിന്റെ ഭാര്യയുടെ ശരീരത്തിലേക്ക് പോകാൻ പോകയാതെ. നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഇന്ന് പകൽ അത് ചലിച്ചിറങ്ങാൻ പോകുന്ന ആത്മാവ് സംസാരിക്കുന്നത്. നിന്നോട് ദൈവാത്മാവ് ഇടപെടുന്നത്. നീ പുറപ്പെട്ടു വന്ന മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ചില ഗർഭപാത്രങ്ങളുടെ നിർജീവത്വം നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ നിൽക്കുന്ന മണ്ഡലം എവിടെയാ? അവൾ ഇനി സാറായി അല്ല, സാറാ. ആ ശബ്ദം എവിടെയാ ചെന്ന് ചേർന്നെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിർജീവത്വമായ സാറായിയുടെ ഗർഭപാത്രത്തെ അത് ഇളക്കി മറിച്ചു. അതിനകത്തേക്ക് ഇസഹാക്കിനെ സ്വീകരിക്കാൻ തമ്പുരാൻ നെഗറ്റീവ് ഘടകങ്ങളെ പോസിറ്റീവാക്കി. സ്വീകരിക്കല്. നീയും ഞാനും അബ്രഹാമിന്റെ സന്തതിയോ. നിന്റെയും എന്റെയും ദൈവം അബ്രഹാമിന്റെ ദൈവമോ. ഇനി ഈ നാമത്തിൽ നിങ്ങൾ, അടുത്ത ശബ്ദം കേട്ടോ, നിങ്ങൾ ജെറുസലേമിനെ നിങ്ങളുടെ ഉപദേശങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. കേരളത്തിൽ നീയും ഞാനും സൗഖ്യമാക്കിയ രോഗികൾ സാക്ഷ്യവാചകം പറഞ്ഞുകൊണ്ട് നടന്നാൽ ഇവിടുത്തെ അന്തഃപുരങ്ങൾ ചലിക്കത്തില്ല. എന്നാൽ ഒരു പുതുതലമുറയെ ഉണ്ടാക്കുന്ന ഉപദേശം വെളിപ്പെട്ടാൽ
കത്തട്ടെ 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 കത്തട്ടെ, ഉള്ളം ഉള്ളം കത്തട്ടെ. അത്ഭുതങ്ങൾ കണ്ടവർ പലരും വിശ്വസിച്ചു എന്നതിനേക്കാൾ പ്രവൃത്തിയുടെ പുസ്തകം പറയുന്നത് വചനം കേട്ടവർ പലരും വിശ്വസിച്ചു. അപ്പോ ഈ മഹാദൗത്യത്തിന്റെ പുറപ്പാടുകൾ രേഖപ്പെടുത്തിയ പ്രവൃത്തിയുടെ പുസ്തകം മുഴുവനും വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും: ദൂതന്മാർക്ക് റെസ്റ്റ് ഇല്ലാത്തൊരു കാലഘട്ടം അത്. നിങ്ങൾ വായിച്ചു നോക്കിയോ, ദൂതന്മാർ റെസ്റ്റ് എടുക്കാത്തൊരു കാലഘട്ടം. ആമേൻ. മഹാദൗത്യത്തിന്റെ കാലഘട്ടമാണ്. വിശ്വാസം വരുന്നില്ലല്ലേ? ഇപ്പോൾ ഈ ആകാശമണ്ഡലത്തിൽ ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ പോകുന്നുണ്ട്, അറിയാവോ? സമ്മതിക്കാവോ? എങ്ങനെ സമ്മതിക്കും? ശബ്ദം കേട്ടോ, മൂളല് കേട്ടോ, മുഴക്കം കേട്ടോ, പിന്നെ എങ്ങനെ? നീ കേട്ടില്ല എന്നുള്ളത് കൊണ്ട് ഫ്ലൈറ്റ് പോകുന്നില്ലെന്നാണ് അതിന്റെ അർത്ഥം. അത് പ്രത്യേക ചില സ്ഥലങ്ങളിൽ, പ്രത്യേക മുറികളിൽ, പ്രത്യേക ഉപകരണങ്ങൾ ഘടിപ്പിച്ച തലയുമായി ചിലരിപ്പുണ്ട്. അവരുടെ സ്ക്രീനിൽ അത് തെളിയുന്നുണ്ട്. കണ്ടോ? ആത്മമണ്ഡലത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന ദൂതന്മാരുടെ ചലനങ്ങൾ. ആമേൻ. മാളിക മുറിയുടെ അനുഭവത്തിൽ കയറിയിരുന്നാൽ ആത്മമണ്ഡലത്തിന്റെ സ്ക്രീനിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിനക്കും എനിക്കും കാണിച്ചു തരും. ഇന്ന് പകൽ അത് തുറക്കുകയാ, അത് തുറക്കുകയാ, അത് തുറക്കുകയാ, അത് തുറക്കുകയാ, അത് തുറക്കുകയാ, അത് അത് തുറക്കുകയാ, അത് തുറക്കുകയാ, അത് അത് തുറക്കുകയാ, അത് അത് തുറക്കുകയാ, അത് തുറക്കുകയാ, അത് തുറക്കുകയാ, അത് തുറക്കുകയാ. പിന്നെ നീ വല്ലപ്പോഴും കണ്ടിട്ടുള്ള ചില ഫ്ലൈറ്റിന്റെ വാലേതാന്നറിയാവോ? ചില സമയങ്ങളിൽ താന്നു പറഞ്ഞു ചിലത്. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ടും തിരുവനന്തപുരത്തോട്ട് കൊച്ചിയിലോട്ടും ഒരു 20 മിനിറ്റ് യാത്ര നടത്തുന്ന ചില ഫ്ലൈറ്റുകൾ. ആമേൻ. അതിന്റെ മുഴക്കം കേട്ടപ്പോ നീ നോക്കിയപ്പോ പറഞ്ഞു, ഒരു ഫ്ലൈറ്റേ പോയുള്ളല്ല, 1000 ഫ്ലൈറ്റുകൾ പോയി. ഇടയ്ക്ക് ലാൻഡിംഗ് ഇല്ലാതെ ദീർഘദൂരം പോകുന്ന ഫ്ലൈറ്റുകൾ നീ കണ്ടിട്ടില്ല. നീ കാണാത്തത് കൊണ്ട് അത് പോയില്ലെന്നാണോ? പറ. തലങ്ങും വിലങ്ങും ഈ ആത്മമണ്ഡലത്തിൽ അത് സഞ്ചരിക്കുന്നുണ്ട്. ഞാൻ കാണുന്നില്ല. പക്ഷേ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കാത് ചേർത്തു വെച്ചാൽ ദൂതന്മാർ സഞ്ചരിക്കുന്ന സഞ്ചാര പദങ്ങളുടെ മുഴക്കങ്ങൾ ഇന്ന് പകൽ ആത്മാവിൽ ശ്രദ്ധിക്കുമ്പോൾ ഇന്ന് പകൽ ആത്മമണ്ഡലത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് ഈ ദൂതുകൾ നിവർത്തിയാക്കുന്ന ദൂതന്മാരുടെ ഒച്ചകൾ. പുരോഹിതന്മാർ പറഞ്ഞു, ഇനി സംസാരിക്കരുത്. മഹാനിയോഗത്തിന്റെ തീ അകത്തു വീണവന്റെ മറുചോദ്യം, എന്നെ നിയമിച്ചാക്കിയ തമ്പുരാനേക്കാൾ നിന്നെ ഞാൻ അനുസരിക്കണം. പ്രാർത്ഥനാമുറിയിൽ ആത്മാവ് തരുന്ന വെളിപ്പാട് പറയണ്ടെന്ന് ഈ ഭൂമിയിലെ ഏത് അച്ചാച്ചനാ ഇവിടെ തീരുമാനിക്കുന്നത്? അവനെ സൃഷ്ടിച്ച എന്റെ അപ്പനാ ദൂത് വരുന്നത്. ജീവന്റെ വചനം പ്രസ്താവിക്കാൻ സമ്മതിക്കാതെ ഈ ദൈവദാസന്മാരെ തടങ്കലിലിട്ട് പൂട്ടിയിട്ട് പോയി. നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൂതനിറങ്ങി. ഈ പൂട്ടിന്റെ താക്കോൽ വാസ്തവത്തിൽ പടന്റെ കയ്യില.
നിന്റെ ബൈക്കിന്റെ ഒറിജിനൽ താക്കോൽ ഒരു മണിക്കൂർ നേരത്തേക്ക് എൻ്റെ കയ്യിൽ താ. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തുകൊണ്ട് വന്ന് ഇത് സ്റ്റാർട്ട് ചെയ്ത് പോകും. അത് മനുഷ്യനായ ഞാൻ. പടയാളി, ആ താക്കോലെടുത്ത് നിന്റെ കീശക്കിട്ടപ്പോ നിന്നെ സൃഷ്ടിച്ച തമ്പുരാൻ ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട, ഒരു ഡ്യൂപ്ലിക്കേറ്റും വേണ്ട. ദൈവം നിന്നോട് പറയുന്നത്, നിനക്ക് ദൂരയാത്രയുണ്ട്. നിന്റെ മുൻപിൽ ഇനിയും അഭിഷേകത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടാൻ പോകുകയാണ്. നീ ഇനിയും ഒരു തലമുറയുടെ മേൽ പുതപ്പെടാൻ പോകുകയാണ്. ആ തലമുറ നോക്കി നിൽക്കുമ്പോൾ അഗ്നി രഥത്തിൽ നീ എടുക്കപ്പെടാൻ പോകുകയാണ്. നിന്റെ ശുശ്രൂഷ പിന്നെയും തുടരാൻ പോകുകയാണ്. നീ സ്വർഗം കഴിഞ്ഞ് വീണ്ടും മടങ്ങി ഭൂമിയിൽ വന്നതിന് ശേഷമായി മഹോദരകാലത്ത് നീ ശുശ്രൂഷിക്കുവാൻ പോകുകയാണ്. തുറക്കപ്പെടുന്ന വാകളിലെല്ലാം ഇന്ന് തീ കത്തട്ടെ, തീ കത്തട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ തന്റെ വായിലെ അശുദ്ധി കണ്ടതിന് ശേഷമായിട്ട് ഇനി ഞാൻ വാ തുറക്കുകയില്ല, പ്രവചിക്കുകയില്ലെന്ന് പറയുന്ന യെശയ്യാ പ്രവാചകൻ, ആ പ്രവാചകന്റെ നാക്കേലാണ് ദൂതൻ കൊണ്ടുവന്നൊരു കനൽ വെച്ചത്. 6-ാം അധ്യായത്തിൽ പ്രവചനം അവസാനിപ്പിക്കേണ്ട ആ പ്രവാചകന്റെ പ്രവചനം 66 അധ്യായം കഴിഞ്ഞിട്ട് തീർന്നിട്ടില്ല, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ വായിലും അതേപോലെ തീക്കനലുകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വന്നു പതിക്കട്ടെ. പുതിയ നിയമത്തിന്റെ തീയുടെ ശുശ്രൂഷയ്ക്കായി യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അവൻ തന്നെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്തുന്നവൻ. ഇന്ന് പകൽ ആത്മാവിന്റെ അഗ്നിയാൽ നിറഞ്ഞു കത്തേണ്ടതിന് ഈ തലമുറയിൽ ദൈവം കണ്ടിട്ടുള്ള പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്ന് വരെ നമ്മുടെ മേൽ പകർന്നിട്ടില്ലാത്തതും ഒരു ചരിത്രത്തെ തിരുത്തി കുറിക്കുന്നതുമായ ഒരു കാലഘട്ടത്തെ സ്വാധീനിക്കുന്ന അധികാരങ്ങളോട് സംസാരിക്കുന്ന ആമേൻ വർത്തമാന കാലത്തിന്റെ അഗ്നി നാവുകളായി ഇന്ന് പകൽ നമ്മെ മാറ്റേണ്ടതിന് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ തീ കത്തട്ടെ, കത്തട്ടെ, കത്തട്ടെ. പുതിയ നിയമ ശുശ്രൂഷയുടെ ശക്തമായ ജ്വലനങ്ങൾ, അതിശക്തമായ കൃപാവരങ്ങളുടെ ജ്വലനങ്ങൾ ഇന്ന് പകൽ ഒരു തലമുറയുടെ മേൽ ആത്മാവ് പകരുകയാണ്. സ്വീകരിക്കുക, സ്വീകരിക്കുക, സ്വീകരിക്കുക. കൃപയ്ക്ക് മേൽ കൃപ, തേജസ്സിന്റെ മേൽ തേജസ്, ശക്തിയുടെ മേൽ ശക്തി. അവന്റെ വചനം നമ്മുടെ നാവിൽ തീയായും കേൾവിക്കാർ വിറകായും മാറുന്ന തരത്തിൽ ഇന്ന് പകൽ നമ്മുടെ മേൽ പകരപ്പെടുന്നു ആത്മാവിന്റെ തീ. സ്വീകരിക്കുക, സ്വീകരിക്കുക, സ്വീകരിക്കുക. യെശയ്യാവിന്റെ നാവിൽ തൊട്ടതും മാളികമുറിക്കകത്ത് തന്നെ കാത്തിരുന്നവർ കണ്ടതും ഒരു അഭിഷേകത്തിന്റെ മുഴക്കം നീ കേൾക്കട്ടെ, ഒരു അഗ്നിനാവിന്റെ ഇറക്കം നീ കാണട്ടെ, പരിശുദ്ധാത്മാവിന്റെ ഭാഷകൾ നിന്റെ നാവിൽ വ്യാപരിക്കട്ടെ. കത്തട്ടെ, കത്തട്ടെ. ലോകബന്ധനങ്ങൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വക്രതയുള്ള തലമുറയിൽ നിന്ന്, ദോഷമുള്ള തലമുറയിൽ നിന്ന്
വ്യഭിചാരമുള്ള തലമുറയിൽ നിന്ന്, കോട്ടമുള്ള തലമുറയിൽ നിന്ന്, ഇരുട്ടിന്റെ സ്വാധീനമുള്ള തലമുറയിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഒരു തലമുറയെ പുറത്തെടുക്കട്ടെ, പുറത്തെടുക്കട്ടെ, പുറത്തെടുക്കട്ടെ. കസേരകളിൽ ഇരിക്കുന്നവർ എഴുന്നേറ്റ് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേൽക്കുക. കസേരകളിൽ ഇരിക്കുന്നവർ സകലരും പ്രാപിച്ചോട്ടെ, പ്രാപിച്ചോട്ടെ. പുതു നിയമത്തിന്റെ അഭിഷേകം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചാക്കുന്നത് ഒന്നുകൂടെ നിന്റെ ഹൃദയത്തെ, ഒന്നുകൂടെ നിന്റെ അധരത്തെ, ഒന്നുകൂടെ നിന്റെ ശബ്ദത്തെ, ഒന്നുകൂടെ നിന്റെ കൈകളെ, ഒന്നുകൂടെ നിന്റെ ഹൃദയമണ്ഡലങ്ങളെ പൊട്ടിച്ച് എടുക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം തീയായിട്ട് വെളിപ്പെട്ട് നിൽക്കുന്ന ഈ പകലിൽ ആത്മസാന്നിധ്യത്തിൽ അത് വെളിപ്പെട്ട് വരുമ്പോൾ പ്രാപിക്കത്, പ്രാപിക്ക്. അതിന്റെ നിലകളിൽ അത് വെളിപ്പെട്ട് വരട്ടെ. പ്രാപിക്കത്, പുറത്തു വരട്ടെ. പുറത്തു വരേണ്ടതെല്ലാം പുറത്തു വരട്ടെ. കാലഘട്ടത്തിന്റെ മേൽ സ്വാധീനം ചെലുത്തി നിൽക്കുന്ന പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളെ എന്നേക്കുമായി തകർത്തു മാറ്റുന്ന ആത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പോ ഇന്ന് പകൽ നസറയന്റെ നാമത്തിൽ ഇതിനകത്ത് വെളിപ്പെട്ടു വരുന്നത് കണ്ടറിയുന്ന പ്രിയമുള്ളവർ ഒരുമിച്ച് പ്രാപിക്കട്ടെ. വിശ്വസിക്കുന്നവന്റെ വയറ്റിൽ നിന്ന് യെസ്, നിന്റെ ശബ്ദത്തിന്റെ മേൽ, നിന്റെ കരങ്ങളുടെ മേൽ ദൈവം നിറച്ചു തന്നു വിടുകയാണ്. ഒരു പുറപ്പാടിന് എന്നേക്കുമായി കരുത്തു പകരുന്ന നിലവാരത്തിൽ ഇന്നു പകൽ ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് നിന്റെ മേൽ അഭിഷേകമായിട്ട് ഇറങ്ങി വരുമ്പോൾ അന്ധകാരത്തിന്റെ രഥചക്രങ്ങളെ തെറ്റിച്ചോടിച്ച അതേ ദൈവത്തിന്റെ ശക്തി അന്ധകാരത്തിന്റെ രഥചക്രങ്ങളെ എന്നേക്കുമായി തകർത്തു കളഞ്ഞ അതേ ദൈവത്തിന്റെ ശക്തി അതിന്റെ നിലവാരത്തിൽ ഇന്ന് പകൽ വെളിപ്പെട്ടു വരുമ്പോൾ ഈ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരായ, വിടുവിക്കപ്പെട്ടവരായ, അധികാരം സ്വീകരിച്ചവരായ, അഭിഷേകം ഏറ്റെടുത്തവരായ ഒരു തലമുറ ഇന്ന് പകൽ പുറത്തിറങ്ങി വരട്ടെ. യെസ്, പ്രാപിച്ച് ഉയരട്ടെ. ശഖരദന ഹദരമനയ ഹംദലഗസി ഹദൽ കടക ജനകടക. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഏറ്റവും പ്രായമുള്ളവർ വരെ സകല ജനത്തിന്റെ മേല് ഇന്ന് പകൽ ദൈവത്തിന്റെ അഭിഷേകം ഇവിടെ കവിഞ്ഞൊഴുകുകയാണ്. ഒരു വ്യക്തിയെ പോലും ഇന്നു പകൽ ആത്മാവ് ഒഴിവാക്കി കളയുന്നില്ല. സകല മണ്ഡലങ്ങളുടെ മേല്, സകല വ്യക്തിത്വങ്ങളുടെ മേല് ഇന്ന് പകൽ ആത്മാവിന്റെ ചലനം അത് ശക്തിയോടെ വെളിപ്പെട്ടു വരുന്നത് കണ്ടുകൊണ്ട് ഒരുമിച്ച് സ്തുതിച്ചാട്ട്, ഒരുമിച്ച് പ്രാപിച്ചാട്ട്, ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട്, ഒരുമിച്ച് സ്വീകരിച്ചാട്ട് അഭിഷേകത്തിന്റെ സ്വീകാരം ഇന്ന് പകൽ സ്വീകരിച്ച് ആത്മാവിൽ പ്രാപിച്ചെടുക്കത്. യേശുവിന്റെ നാമത്തിൽ അധികാരത്തിന്റെ ശബ്ദം ഉപയോഗിച്ച് ഏതൊക്കെ ബന്ധനങ്ങൾ ഇന്ന് പകൽ കെട്ടുപൊട്ടിച്ച് നിന്നെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് സകലരും ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. പ്രാപിക്കുക. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും വായകൾ തുറന്ന് അല്പസമയം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. സാധാരണമായ നിമിഷങ്ങളാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. ആത്മാവ് ഇന്ന് രാത്രി പുറപ്പെടുവാനുള്ള ആയുധങ്ങൾ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന നിമിഷങ്ങളാണിത്. ആയുധമില്ലാത്ത ആരും ഇന്ന് രാത്രി ഇവിടുന്ന് പുറപ്പെടാൻ അനുവദിക്കാതെ ആരുടെയൊക്കെയോ കൈകളിൽ ഇരുവായ്ത്തലയുള്ള വാള് ദൈവത്തിന്റെ ആത്മാവ് ഏൽപ്പിക്കുന്നു. ആരുടെയൊക്കെയോ കൈകളിൽ വിശ്വാസത്തിന്റെ പരിച ദൈവത്തിന്റെ ആത്മാവ് വിടിയിക്കുന്നു. തേഞ്ഞ് തീർന്ന നിന്റെ ഷൂ ഇന്ന് രാത്രി ദൈവാത്മാവ് പുതുക്കുന്നു. ആത്മാവ് ഇന്ന് രാത്രി കാണുന്നു ചില പുതിയ ചെരുപ്പുകൾ ചിലർക്ക് വേണ്ടി ദൈവാത്മാവ് ഒരുക്കുന്നു. ചില പുതിയ ചെരുപ്പുകൾ ദൈവാത്മാവ് ഇന്ന് പകൽ ഒരുക്കുന്നു. പർവ്വത ആരോഹകർ ഉപയോഗിക്കുന്ന, പർവ്വതത്തിൽ കയറുവാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന താഴെ മുള്ളുള്ള ഷൂ പോലെയുള്ള ചില ഷൂകൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നിന്റെ കാലിടിയിക്കുന്നു. ആരും കയറിയിട്ടില്ലാത്ത ഉയരങ്ങളിലേക്ക് കയറിപ്പോകുന്ന നിമിഷങ്ങളായി ഈ പകൽ ആരും ഇന്ന് പകൽ കാണാൻ നിൽക്കരുത്. ഇപ്പോൾ
ദൈവാത്മാവ് ആയുധങ്ങളെ കൈമാറുന്ന സമയങ്ങളാണ്. വീരന്റെ കയ്യിലെ മൂർച്ചയേറിയ അസ്ത്രം പോലെ ഈ തലമുറയ്ക്ക് വേണ്ടി ദൈവാത്മാവ് ചിലതിന്റെ കയ്യിൽ ആയുധങ്ങൾ ഏൽപ്പിക്കുന്നു. വിശ്വസിക്കുക, വിശ്വസിക്കുക. നിന്റെ കാലിന് പുതിയ ചെരുപ്പ് ദൈവാത്മാവ് ഇടിയിക്കുന്നു. 2 വട്ടം മരണദൂതൻ നിന്റെ മുറിക്കകത്ത് ഇറങ്ങിയിട്ടുണ്ട്. പ്രാർത്ഥിക്കില്ലാരും പ്രാർത്ഥിക്കുക. ഇനിമേൽ അസാനം ഇവിടെ വ്യാപരിക്കരുത്. യേശുവിന്റെ നാമത്തിൽ അമർച്ചയായി ഞാൻ കൽപ്പിക്കുന്നു. ഡിപ്രഷന്റെ ആത്മാവേ വിടോ. ചേർന്ന് ഹല്ലേലൂയ പറ, ചേർന്ന് പ്രാർത്ഥിക്കുക, ചേർന്ന് ആത്മാവിൽ ആരാധിക്കുക. ജിഫിയുടെ അനിയനെ വിളിച്ചേ. ഇവിടെ ജെറി. കർത്താവിന്റെ നാമത്തിന് പ്രയോജനപ്പെട്ട ശുശ്രൂഷകനാവൻ. അധികാരമുള്ള തമ്പുരാൻ ഇന്ന് പകൽ നിന്നെ വേർതിരിക്കുകയാണ്. ഒരു അനുതാപത്തിന്റെ മണ്ഡലം നിന്റെ മേൽ തുറന്ന് ഞാൻ ഈ പറയുന്ന മലയാളം നിനക്ക് പിടി കിട്ടാത്തതുകൊണ്ട് നിന്നോട് പറയാൻ എന്നോട് തമ്പുരാൻ ഒരു വാക്ക് പറയുന്നു. സ്പിരിറ്റ് ഓഫ് കമ്പാഷൻ. അതാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഡൈജഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. നിന്റെ ഈ പോഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. കർത്താവ് ഇന്ന് പറയുന്നത് മാറ്റുക. നിന്റെ ആത്മഹത്യയുടെ കുരുക്കുകളാണ് ഇന്ന് പകൽ അഴിയുന്നത്. നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. ഒന്ന് ഇളകി പോകുന്നു. പാടപോലെ പോകുന്നു. ഇളകിയ പുറപ്പെടും. നീ പുറപ്പെടും. നീ ഫയർ വിങ്സിനോട് ചേർന്നുള്ള ചില മീറ്റിങ്ങൾ പുറപ്പെട്ടു വരും. നിന്നെ പണിയും. നിനക്ക് വേണ്ടി കരയുന്ന ഒരു ഹന്നയുടെ പോണ്ട. നിന്റെ ബലഹീനതകളോട് സഹതാപം കാണിക്കാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല നിനക്കുള്ളത്. ആ വചനത്തിന്റെ ശക്തിയും അധികാരവും ജീവനും യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ വ്യാപരിക്കട്ടെ. റൈസ്.